ഹായ് അസ്സലാമു അലൈക്കും. എന്താ പാട്? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് തെങ്ങും പൂക്കൽ വെച്ചിട്ടുള്ളൊരു ലേഹ്യമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് 2 തെങ്ങിൻ്റെ പൂക്കലാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിലൊക്കെ അല്ലേ ഇതുപോലൊക്കെ ഓരോന്ന് കിട്ടുമ്പോൾ എല്ലാവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. പിന്നെ അത് കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. അതിൻ്റെ ഈ ഭാഗമല്ലാത്ത ബാക്കിയുള്ള നല്ല കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് എടുത്തിരിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അരക്കാൻ ആവശ്യത്തിനുള്ളത് അത് നിറയെ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 5 ടീസ്പൂണ് ചെറിയ ജീരകമാണ് കേട്ടോ. നമ്മൾ നല്ല ജീരകം എന്നറിയില്ലേ, മരുന്നിലേക്കൊക്കെ ചേർക്കുന്നത്, അതാണ് 5 ടീസ്പൂണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഒന്നാകൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ച് കൊടുന്നിക്കണം. നല്ല അങ്ങോട്ട് അരിഞ്ഞ് കിട്ടിക്കോട്ടെ കേട്ടോ. അങ്ങനെ തരിതരിപ്പൊന്നും വേണ്ട, നല്ല നന്നായിട്ടൊന്നുണ്ട് അരിഞ്ഞ് കിട്ടിക്കോട്ടെ. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മിക്സിൻ്റെ ജാറിൽ ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുഴറ്റിയിട്ട് അതൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അതിലേക്കുള്ള ബാക്കി കൂട്ടുകളൊക്കെ ഒന്ന് റെഡി ആവുന്ന വരെ ആദ്യം ഞാനിതൊന്ന് അരച്ച് വെച്ചതാണ്. ഇതിലേക്ക് 3 ഉണ്ട ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1.5 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിലേക്ക് 2 തേങ്ങ, 2 കിലോ ചെറിയ ഉള്ളി, 1 കിലോ ഈത്തപ്പഴം, 500 ഉലുവ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ്, അതുപോലെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും എടുത്തിരിക്കണം. ഇനി ഇതിലേക്കുള്ള ഈ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതൊന്ന് ഒതുക്കിയെടുക്കണം. നന്നായിട്ട് ഇങ്ങോട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്. ഒന്നൊന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി കേട്ടോ. നമ്മൾ സമ്മന്തിൻ്റെ കായൊക്കെ കുറച്ചൊരു ചതച്ച പോലത്തെ ഒരു ഇതിൽ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ച് വന്നിരുന്ന ശർക്കര പാനിയാക്കി എടുത്തേക്കുന്നത്, അതുപോലെ തേങ്ങൻ്റെ ചെറിയതുണ്ട്, അത് രണ്ടും 1-ാം പാൽ 2-ാം പാലാക്കിയിട്ട് അത് മാറ്റി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ടാണ് ചെറിയ ഉള്ളി ഒന്ന് അരച്ചെടുത്തിരിക്കുന്നത്. അതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങൻ്റെ പൂവുണ്ടല്ലോ, അതും ഇതിലേക്ക് ഒന്നിട്ട് കൊടുത്തിരിക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ശർക്കര പാനിയാണ്. അത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിരിക്കണം കേട്ടോ. അരിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചത്, രാത്രി വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ. അതൊന്ന് കുക്കറിലിട്ടിട്ട് അതും ഒന്ന് ഇതുപോലെ ഒരു 4 വിസലോളം ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. വേവിച്ചിട്ട് വേണം ഉലുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അല്ലാതെ നമ്മൾ ശർക്കര ഉണ്ടായ കാരണം വേവാത്തതാണെങ്കിൽ വെന്ത് കിട്ടൂല കേട്ടോ. കല്ല് പോലെ തന്നെ ആയി നിൽക്കും ഉലുവ. അപ്പോൾ കുക്കറിൽ ഇതുപോലെ ഒരു 3-4 വിസലൊന്ന് അടിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ കുഴപ്പമില്ല. ഇനി അതിലേക്ക് ഞാൻ ഒരു 4 ടീസ്പൂണോളം വലിയ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കണം കേട്ടോ. ഇപ്പോൾ ഒഴിച്ച് കൊടുത്ത തേങ്ങാപ്പാലുണ്ടല്ലോ, അത് 2-ാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക്. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുക്കുന്നത് പാകമാവണ വരെ ഇതിങ്ങനെ ഇളക്കൽ തന്നെ പണി. നമുക്കിതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരാൾ തന്നിട്ട് കഴിക്കുമ്പോൾ നമുക്കത് അത്ര റിസ്ക് ആയിട്ട് തോന്നില്ല. ഇത് ഇവിടുന്ന് അങ്ങോട്ടാണ് പണി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. അടുപ്പത്ത് വെച്ച് ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോഴാണ് നന്നായി തിളച്ച് വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഈത്തപ്പഴം ഉണ്ടല്ലോ, അത് കുരിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിക്കണം കേട്ടോ. കഴുകി എടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് തേങ്ങൻ്റെ 1-ാം പാലാണ് കേട്ടോ. ആദ്യം നമ്മൾ ഒഴിച്ച് കൊടുത്തത് 2-ാം പാലായിരുന്നു. ഒന്ന് കുറുകി വന്നതിന് ശേഷം അതുപോലെ ഈത്തപ്പഴക്കൊട്ടൊന്ന് ചേർത്തതിന് ശേഷമാണ് 1-ാം പാൽ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ചും പാടിക്കൊന്ന് കുറുകിയതിന് ശേഷം ഇതിലേക്ക് നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 5-6 ടീസ്പൂണോളം ഉണ്ടാവും നെയ്യ് കേട്ടോ. നെയ്യില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ നല്ല പശു നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഫുള്ളും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിക്കണം കേട്ടോ. അതിന് ശേഷം നല്ല കൈ വിടാതെ ഇളക്കി കൊടുക്കണം.
ഇപ്പോഴൊന്നും ഇത് ഇളക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല കേട്ടോ. ഇത് കുറച്ചും പാട് കഴിഞ്ഞാൽ ഇനിയും വെള്ളം വറ്റുമല്ലോ. അപ്പോൾ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര കയ്യടച്ചിലാണ് ഈ കരം ടൈറ്റായി വരുമ്പോഴേ. അപ്പോൾ ഇത് ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു 3/4 ഭാഗം ഒക്കെ ഒന്നായി വന്നിരിക്കുന്നു കേട്ടോ. ചില ആൾക്കാർക്കൊന്നും ഇങ്ങനെയുള്ള മരുന്നുകളൊന്നും ഇഷ്ടാവില്ല കേട്ടോ. പക്ഷെ ഞങ്ങളോടെ എൻ്റെ മക്കൾക്കാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെയൊക്കെ ഞാൻ എപ്പോഴാണെങ്കിലും ആൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണ കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുന്ന് തരും കേട്ടോ. ആൾക്ക് ഇഷ്ടമായ കാരണം. എന്നിട്ട് ഓരോരുത്തർക്ക് ആണ്ട് കൊടുക്കലാണ് ഓരോ കുപ്പിയിലാക്കിയിട്ട്. പക്ഷേ മക്കളത് വേഗം തീറ്റി കഴിയൂട്ടാ. അപ്പോൾ അതിൻ്റെ മെയിൻ ആൾ ഇതിൻ്റെ മൂത്ത മോന്. ഓനിപ്പോൾ ഗൾഫിൽ പോയിക്കണേ. അങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൻ കോലില്ലാഞ്ഞാൽ ഒരു ജായി ടെൻഷനാണ്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒരു 3/4 ഭാഗമൊക്കെ ആയി വന്നിരിക്കുന്നു കേട്ടോ. ഇനി കുറച്ചും പാടിക്ക് ഒന്ന് ആയി കിട്ടണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് രൂപം. അപ്പോൾ ഇത് പാകമായിക്കണം നോക്കൽ നമ്മൾ ഇതിൽ നിന്ന് ഒരു കുറച്ച് നമ്മളെ കയ്യുമ്മേൽ എടുത്തിട്ട് ഒന്ന് ഉരുട്ടി നോക്കിയാൽ മതി കേട്ടോ. ഇതുപോലെ കയ്യുമ്മേൽ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മൂപ്പയക്കണം നോക്കുക. മൂത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യുമ്മേൽ ഇത് ഒട്ടിപ്പൊടിക്കും കേട്ടോ. ഇതിപ്പോൾ കയ്യുമ്മേൽ ഒട്ടണില്ലാത്തൊരു രൂപമല്ലേ. ഇതേപോലെയാണ് ആവേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.